സതീഷേട്ടാ, ബസ് റെഡിയാ. സ്ത്രീകൾക്ക് നാളെ മുതലേ യാത്ര ഉണ്ടോ? വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എപ്പോന്നോ KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. അപ്പൊ ഇല്ലേ യാത്രയില്ല? ഇത് നമ്മൾ സ്റ്റഡി ഉള്ളത് KSRTCയിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ സ്റ്റഡി ചെയ്യും തന്നെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അത് പഠിച്ച് അതിനുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തും. ഒരു വഞ്ചനയല്ലേ ഇത്? നിങ്ങള് വഞ്ചന, പിന്നെ വഞ്ചന എന്നൊക്കെയുള്ള വാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ട് വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അഭിപ്രായമായിട്ട് അത് നാളെ എഴുതിക്കോ, സ്ത്രീകളെ വഞ്ചിച്ചു എന്ന്. അല്ലാതെ ഞാൻ വേറെ അഭിപ്രായം അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ വാക്ക് വഞ്ചന എന്ന് പറയാൻ പാടില്ല അല്ലെ? ഓക്കെ, സോറി. ഇവിടെ ഇപ്പം ബസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാണിപ്പോ KSRTC? അപ്പൊ നിങ്ങൾക്ക് ഈ വഞ്ചന ആദ്യം അറിയില്ലായിരുന്നു? പ്രഖ്യാപിക്കുമ്പോ എന്താ എവിടെ നോക്കിട്ടാ പ്രഖ്യാപിച്ചത് നിങ്ങൾ? വേണ്ട, ബസ്സൊക്കെ റെഡിയാ. അപ്പൊ വഞ്ചനയാണല്ലേ പ്രശ്നം? അപ്പോ അങ്ങും നോക്കൂല, എവിടെ വെറുതെ അങ്ങ് പ്രകടന പത്രിക അങ്ങ് പറയാലേ. നടപ്പാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ജനങ്ങളെ പറ്റിക്കാം. ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലാലോ, അപ്പൊ എന്തും പറയാലോ. അറിയാം, പറ്റിക്കാം. വഞ്ചന